നമ്മൾ മഹാദേവനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന സത്യമുണ്ട്. ലോകത്തിലെ ഏറ്റവും ആദ്യം ഉണ്ടായ ക്ഷേത്രങ്ങൾ മഹാദേവ ക്ഷേത്രങ്ങളാണ്. തുർക്കിയുടെ വടക്ക് വശത്ത് പുരാതനമായ നഗരാവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഗോബക്കി തെപ്പി, കരാളി തെപ്പി തുടങ്ങിയ തെപ്പീസ്. അത് ഗവേഷണം നടത്തിയപ്പോ അവശിഷ്ടങ്ങളിടയിൽ കണ്ടെത്തിയത് ശിവലിംഗ പ്രതിഷ്ഠയുള്ള ശിവക്ഷേത്രങ്ങളായിരുന്നു. ഇൻഡസ് വാലി സിവിലൈസേഷൻ 5000 കൊല്ലം പഴക്കമുള്ളൂ. അതിനേക്കാൾ 5000 കൊല്ലത്തിന് മുമ്പ്, ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കാൾ 4000 കൊല്ലത്തിന് മുമ്പ് ലോകത്തിന് ആദ്യത്തെ സംസ്കാരം എന്ന് പറയപ്പെടുന്ന ഇത് കണ്ടുകിട്ടിയിട്ടുള്ളത് ഗോബക്കി തെപ്പിയിലും കരാളി തെപ്പിയിലും മഹാദേവന്റെ ആരാധനയായിരുന്നു, ശിവലിംഗ പ്രതിഷ്ഠയായിരുന്നു. യുക്രൈന്റെയും റഷ്യയുടെയും ബോർഡർ ഇപ്പൊ യുദ്ധം നടക്കുന്ന കുർസ്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മഞ്ഞുമലൊരു താഴെ ശാസ്ത്രജ്ഞന്മാരെല്ലാം കൂടി മഞ്ഞ് മാറ്റി ചെന്നപ്പോ അതിനടിയിൽ കണ്ടത് ശിവലിംഗ പ്രതിഷ്ഠയുള്ള ഒരു ശിവക്ഷേത്രമാണ്. 8000 years old. 8000. ഇൻഡസ് വാലി സിവിലൈസേഷനേക്കാളും 3000 കൊല്ലം പഴക്കമുള്ളതാണ് ക്രുസ്കിൽ യുക്രൈനിൽ കണ്ടെത്തിയ മഹാദേവ പ്രതിഷ്ഠ. അവിടെ സ്ഥലത്താണ് കാസ്പിയൻ കടൽ എന്നറിയപ്പെടുന്നത്. കാസ്പിയൻ കടലിന് പേര് വരുന്നത് ഹിന്ദു മതത്തിലെ പുരാണ പ്രസിദ്ധനായ കശ്യപ മുനിയിൽ നിന്നാണ്. കശ്യപ സാഗരം എന്നായിരുന്നു ആ സ്ഥലത്തിന്റെ ഒറിജിനൽ പേര്. ആ കശ്യപ സാഗരമാണ് കാസ്പിയൻ കടലായത്. ദേവന്മാരുടെ, അസുരന്മാരുടെയും ദാനവന്മാരുടെയും ഒക്കെ പൂർവീയ പിതാവായ കശ്യപൻ, അദ്ദേഹമാണ് അവിടെ താമസിച്ചത്. അദ്ദേഹത്തിന്റെ പേരിലാണ് കശ്യപ സാഗരം കാസ്പിയൻ കടലായി മാറിയത്. അവിടുന്ന് ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പ് ഈ കശ്യപന്റെ സന്തതി പരമ്പര അവിടുന്ന് യാത്ര ചെയ്ത് കാശ്മീരിലെത്തി. ഒറിജിനൽ കശ്യപനല്ല, അദ്ദേഹത്തിന്റെ ഓരോ വംശങ്ങളിലും കശ്യപന്മാരാണ്. അതിലൊരു കശ്യപനാണ് യാത്ര ചെയ്ത് കാശ്മീരിൽ എത്തിച്ചത്. കാശ്മീർ എന്ന വാക്കെന്താണ്? കശ്യപ മീർ, കശ്യപൻ താമസിക്കുന്ന മല. മുസ്ലിങ്ങൾക്ക് അതൊക്കെ ഒരു ബന്ധമില്ല. കാശ്മീരിന് കശ്യപ മീർ, കശ്യപൻ താമസിച്ച മലയാണ്. കസാക്കിസ്ഥാനിലും ടർക്കമിസ്ഥാനിലും ഉസ്ബെക്കിസ്ഥാനിലും താജിക്കിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ആയിട്ട് 4000-ലേറെ ക്ഷേത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. എല്ലാം മുസ്ലിം രാജ്യങ്ങളായിപ്പം. പക്ഷെ 4000-ലേറെ ക്ഷേത്രങ്ങൾ അവിടെ കണ്ടെത്തിയിരിക്കുകയാണ്. ഈ മഹാദേവ പരമ്പരയുടെ ഏറ്റവും പ്രസിദ്ധമായ ഫോം വരുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ, സൈന്ധവ നദീതട സംസ്കാരം. സൈന്ധവ നദീതട സംസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷ്ഠ പശുപതി. പശുപതി പരമശിവന്റെ പര്യായതാണ്. പശുപതി, ഗോക്കളുടെ സംരക്ഷകനായ പശുപതി. ആ പശുപതിയുടെ രൂപത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുകയാണ്. ഭഗവതി ആരാധന അതോടൊപ്പം വന്നു. ലോകത്തിലെ ഞങ്ങളുടെയൊക്കെ സെമിറ്റിക് മതങ്ങളിൽ ദൈവം പുരുഷനാണ്. യഹൂദന്മാരുടെ യാവേ പുരുഷനാണ്, ഞങ്ങളുടെ യേശുക്രിസ്തു പുരുഷനാണ്, മുസ്ലിങ്ങളുടെ അള്ളാഹു പുരുഷനാണ്. സ്ത്രീകൾക്ക് ഈശ്വരനാകാം എന്നാദ്യമായി സങ്കല്പിച്ചത് സനാതന ധർമ്മമാണ്. അതിനെയാണ് പ്രമീവൽ മദർ ഗോഡസ് എന്ന് തുർക്കിയിലും ഇറാഖിലും ഇറാനിലൊക്കെ വിളിക്കുന്ന സങ്കല്പം. അത് ഈജിപ്റ്റ് എന്ന ഐസിസായി, ബാബിലോണിലെത്തിയപ്പോൾ ഇസ്താറായി, നമ്മൾ ഇന്ത്യയിലെത്തിയപ്പോൾ മഹത്തായ ദൈവീ സങ്കല്പമായി മാറുകയാണ്. ദശാവതാരത്തിലെ ദൈവീ സങ്കല്പം. അപ്പൊ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ആരാധനാ സമ്പ്രദായം മഹാദേവന്റെ ആരാധനാ സമ്പ്രദായമാണ്. 10,000 years old, much older than Egypt, Babylon or any other civilization in the world. പരമശിവനെ ആരാധിക്കാനാണ് പഠിച്ചത്. അപ്പൊ ഈ ക്ഷേത്രങ്ങളുടെ വലിയ പരമ്പര വരുമ്പോൾ അതിന് 4 സ്റ്റേജസ് ആണുള്ളത്. ഏറ്റവും ആദ്യം ഉണ്ടായത് കാവുകളായിരുന്നു. കാവുകൾ പിന്നെ കോവിലായി, കോവിൽ പിന്നെ അമ്പലമായി, അമ്പലം പിന്നെ ക്ഷേത്രമായി മാറുകയാണ്. അപ്പോ കാവെന്ന് പറഞ്ഞാല് ഒരു മരത്തിന്റെ ചുവട്ടിൽ നമ്മൾ ഈശ്വരനെ സങ്കല്പിച്ചു. എന്നിട്ട് അവിടെ നമ്മൾ പ്രാർത്ഥിക്കും. മരം വെട്ടുകയില്ല, കാടിനൊരു ഭംഗമില്ല, ഈശ്വര സങ്കല്പം ഉണ്ടാക്കി നമ്മൾ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് നമ്മൾ ഈശ്വരനെ ആരാധിക്കാൻ പഠിച്ചപ്പോ അത് കാവായി മാറി. കാവ് പിന്നീട് കോവിലായി. കാവ് എങ്ങനെയാണ് കോവിലാവുന്നത്? ഈശ്വര സങ്കല്പത്തിന്റെ മുകളിൽ മഴയും വെയിലും വൃക്ഷത്തിന്റെ ഇലകളും ഒക്കെ വീണ് അത് കേടുവരാൻ തുടങ്ങി. അപ്പൊ എന്ത് പറ്റി? അതിന് മുകളിൽ ഒരു മേൽക്കൂര ഉണ്ടാക്കി ഈശ്വര സങ്കല്പത്തിന് മുകളിൽ. പിന്നെ ആ ഈശ്വര സങ്കല്പത്തെ മൃഗങ്ങളൊന്നും അറ്റാക്ക് ചെയ്തിരിക്കാൻ വേണ്ടി ഒരു മതിൽ കെട്ടി. ഒരു പട്ടി പോവാണ്, പട്ടിക്ക് ഈശ്വരനാണെന്നറിയോ? പട്ടിക്ക് എന്തെങ്കിലും കണ്ടാൽ അപ്പോഴേ അത് മൂത്രം ഒഴിക്കും. അപ്പം ദൈവസങ്കല്പത്തെ മൂത്രം ഒഴിച്ച് അശുദ്ധമാക്കും. അതുകൊണ്ട് അതിന് ഒരു മതിലുണ്ടാക്കി. അപ്പൊ ആന ഒന്ന് ഇടിച്ച് തെളിയിടാൻ പറ്റിയല്ല. അപ്പൊ മേൽക്കൂരയും ചുറ്റും മതിലും ഉണ്ടായപ്പോ കാവ് കോവിലായി. കോവിൽ അടുത്ത സ്റ്റേജിൽ അമ്പലമായി മാറും. അമ്പലമാകുന്ന എപ്പോഴാണ്? ഈശ്വരനെ ഒരു ഗൃഹസ്ഥാശ്രമിയെ കണ്ടു.
ഭർത്താവും ഭാര്യയും മക്കളും ഒക്കെ ജീവിക്കുന്ന ഒരു ഗൃഹസ്ഥാശ്രമം. അപ്പൊ ഒരു വീട് പണിഞ്ഞ് അതിന്റെ ഉള്ളിൽ ഈശ്വരനെ പ്രതിഷ്ഠിച്ചു. അപ്പൊ ആ വീട് കംപ്ലീറ്റ് ഉണ്ട്. വീടായതുകൊണ്ട് മേൽക്കൂരയുണ്ട്. പിന്നെ ആ വീടിന് ചുറ്റും ഒരു മതിൽ പണിഞ്ഞു. പിന്നെ ആ ആരാധനാലയത്തിന്റെ വസ്തുവകൾ സംരക്ഷിക്കാൻ വേണ്ടി ചുറ്റും ഒരു മതിൽ പണിഞ്ഞു. അപ്പോൾ കോവില് അമ്പലമായി മാറി. 4ാമത്തെ ഘട്ടത്തിലാണ് അമ്പലം ക്ഷേത്രമായി മാറുന്നത്. 1500 വർഷത്തിന് മുമ്പാണ് ക്ഷേത്രങ്ങളുടെ തുടക്കം. മധുര മീനാക്ഷി ക്ഷേത്രവും ബൃഹദീശ്വര തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രവും കാശിയിലെ വിശ്വനാഥ ക്ഷേത്രവും ഉൾപ്പെട്ട വലിയ ക്ഷേത്ര പരമ്പരയാണ്. ആ ക്ഷേത്ര പരമ്പര വരുമ്പോ ആ ക്ഷേത്രത്തിന് 9 ഘടകങ്ങൾ വേണം. എങ്കിലും ക്ഷേത്രവും ക്ഷേത്രത്തിന് ഒരു ഗർഭഗൃഹം ഉണ്ടാവണം, ക്ഷേത്രത്തിന് ഒരു ഗോപുരം ഉണ്ടാവണം, ക്ഷേത്രത്തിന് അതിൻ്റെതായ ഒരു ബലിത്തറ ഉണ്ടാവണം, ക്ഷേത്രത്തിന് കൊടിമരം ഉണ്ടാവണം, ആ കൊടിമരത്തിൽ ക്ഷേത്രത്തിന്റെ ഒരു കൊടി ഉണ്ടാവണം. ഇങ്ങനെ ക്ഷേത്രത്തിന് 9 ഘടകങ്ങളാണ്. പ്രധാന ദേവനുണ്ട്, ഉപദേവതമാരുണ്ട്. ഉപദേവതമാർ 5, 7, 9 ഒക്കെ ആവാം, 8 പാടില്ല. അപ്പൊ ഈ ഉപദേവതമാരാരാണ്? ഇങ്ങനെ ഗർഭഗൃഹവും ബലിത്തറയും ഗോപുരവും കൊടിമരവും കൊടിയും പോലീസിന്റെ അകത്ത മുറിയും ഒക്കെ ഉൾപ്പെട്ട 9 ഘടകങ്ങളുള്ള ഒരു ക്ഷേത്രമായി മാറി. അപ്പൊ ഇങ്ങനെ കാവപ്പ കോവിലായി, കോവിലപ്പ അമ്പലമായി, അമ്പലപ്പ ക്ഷേത്രമായി. ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെയുള്ള മഹാക്ഷേത്രങ്ങളുടെ അടയാളമാണ് ഒരു കൊടിമരം. വൃക്ഷങ്ങൾക്ക് മുകളിലായി ദൂരെ നോക്കുന്ന മനുഷ്യന് അമ്പലത്തിന്റെ മേൽക്കൂര കാണാൻ പറ്റിയില്ല, പക്ഷെ കൊടിമരം കാണാൻ പറ്റും. കൊടിമരം കണ്ടാൽ മനസ്സിലാവും അവിടെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന്. അത് തപ്പിയവൻ വരും, ഭക്തനവിടെ വരും.